ശ്രീ ഗുരുഭ്യോ നമഃ. നമസ്കാരം. ശിവാനന്ദലഹരിയിലെ 98ാമത്തെ ശ്ലോകമാണ് ഇത്. സമർപ്പണ ശ്ലോകമാണ്. ഇത് അവസാന ശ്ലോകമായിട്ട് ചില പതിപ്പുകളിൽ ക്രമം മാറ്റി കൊടുത്തും കാണുന്നുണ്ട്. പക്ഷെ പഴയ ഗ്രന്ഥങ്ങളിലൊക്കെ ഈ ശ്ലോകം 98ാമത്തെ ശ്ലോകം തന്നെയാണ്. സർവാലങ്കാരയുക്താം സരളപദയുതാം സാധുവൃത്താം സുവർണാം സദ്ഭിഃ സംസ്തൂയമാനാം സരസഗുണയുതാം ലക്ഷിതാം ലക്ഷണാഢ്യാം ഉദ്യദ്ഭൂഷാവിശേഷാം ഉപഗതവിനയാം ദ്യോതമാനാർത്ഥരേഖാം കല്യാണീം ദേവ ഗൗരീപ്രിയ മമ കവിതാകന്യകാം ത്വം ഗ്രഹാണ. സർവ അലങ്കാരയുക്താം സരളപദയുതാം സാധുവൃത്താം സുവർണാം സദ്ഭിഃ സംസ്തൂയമാനാം സരസഗുണയുതാം ലക്ഷിതാം ലക്ഷണ ആഢ്യാം ഉദ്യദ്ഭൂഷാവിശേഷാം ഉപഗതവിനയാം ദ്യോതമാന അർത്ഥരേഖാം കല്യാണീം ദേവ ഗൗരീപ്രിയ മമ കവിതാകന്യകാം ത്വം ഗ്രഹാണ. ശിവാനന്ദലഹരിയുടെ കവിത്വ ശ്രേഷ്ഠതയെ ഭക്തൻ്റെ ഓമന മകളായ ഒരു കന്യകയായിട്ട് രൂപകം ചെയ്ത് വിവരിച്ചിരിക്കുകയാണ് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിൽ. ആദ്യം ഒരു കന്യക എന്ന നിലയ്ക്കുള്ള ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഗൗരീപ്രിയ ദേവ, അല്ലയോ ശ്രീ പാർവതി പ്രിയനായ ഭഗവാനെ, സർവാലങ്കാരയുക്താം, കടകകുണ്ടലാദി സർവവിധ ആഭരണ അലങ്കാരങ്ങളോടും കൂടിയവളും സർവാലങ്കാര വിഭൂഷിതയായി വരനെ പ്രാപിക്കാൻ ഉത്സാഹിതയായി കതിർമണ്ഡപത്തിലേക്ക് ആനയിക്കപ്പെടുന്ന സുന്ദരി ആയവളും സരളപദയുതാം, സരളമായ കാൽവെപ്പോട് കൂടിയവളും ലാവണ്യമായ വിന്യാസത്തോട് കൂടി സകലരുടെയും ശ്രദ്ധ ആകർഷിച്ച് കടന്നു വരുന്നവളും സാധുവൃത്താം, ചാരിത്രാദി നല്ല സ്വഭാവങ്ങൾ ഉള്ളവളും, അല്ലെങ്കിൽ സദ്വൃത്തികളിൽ, അതായത് ശുഭകാര്യങ്ങളിൽ നിയുക്തയായവളും സുവർണ, നല്ല നിറമുള്ളവളും. നിറം നമുക്കൊരു പ്രധാന ഘടകമാണല്ലോ എല്ലാ കാലത്തും. പിന്നെ സുവർണാം സദ്ഭിഃ സംസ്തൂയമാന, നല്ലവരായ ജനങ്ങളെല്ലാം പുകഴ്ത്തുന്നവളും സന്മതികളാൽ പ്രശംസിക്കപ്പെടുന്ന സ്വഭാവ വൈശിഷ്ട്യത്തോടു കൂടിയവളും സരസഗുണയുതാം, കാന്തൻ ഇഷ്ടപ്പെടുന്ന രസവതിയും ഗുണവതിയും ആയവളും. സരസഗുണയുതാം ലക്ഷിതാം, നല്ലൊരു വരന് അനുയോജ്യയായി നിശ്ചയിക്കപ്പെടാവുന്നവളും ലക്ഷണ ആഢ്യാം, ഉത്തമ ശാരീരിക ലക്ഷണങ്ങളോട് കൂടിയവളും, സാമുദ്രിക ലക്ഷണങ്ങളെല്ലാം ഒത്തിരിക്കുന്ന ആഢ്യയും ഉദ്യത് ഭൂഷാവിശേഷ, മിന്നിത്തിളങ്ങുന്ന ആഭരണങ്ങൾ അണിഞ്ഞവളും ഉപഗത വിനയ, അതീവ വിനീതയായവളും ദ്യോതമാന അർത്ഥരേഖ, നോക്കിലും വാക്കിലുമൊക്കെ പ്രൗഢഗുണ ഭാവങ്ങൾ പ്രകടമാക്കുന്നവളും അഥവാ നല്ല ഭാഗ്യരേഖകളുള്ളവളും കല്യാണീം, എല്ലാവിധ നന്മകളും തികഞ്ഞ മംഗളസ്വരൂപിണിയും ആയ മമ കവിതാകന്യകാം, എൻ്റെ പുത്രിയായ സ്തോത്രകന്യകയെ ത്വം ഗൃഹാണ, നിന്തിരുവടി പാണിഗ്രഹണം ചെയ്ത് പരിപോഷിപ്പിച്ചാലും. ഈ പറഞ്ഞ വിശേഷണങ്ങളെല്ലാം കുലജാതയായ കന്യകയ്ക്ക് എന്ന പോലെ തന്നെ ഈ പുണ്യ ശിവാനന്ദലഹരിയാകുന്ന സ്തോത്രകാവ്യത്തിനും സമഞ്ജസമാണ്. ഉത്തമ കവിത എന്ന നിലയ്ക്കുള്ള ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. സർവാലങ്കാരയുക്ത, രൂപകം, ഹേതു, പ്രതിഷേധം, ഉപമ,
ശ്ലേഷ മുതലായ കവിതയ്ക്ക് ഉചിതമായ എല്ലാ അലങ്കാരങ്ങളോട് കൂടിയതും സന്ദർഭോചിതമായി പ്രയോഗിച്ചിട്ടുള്ള അലങ്കാരങ്ങളാണ് കാവ്യങ്ങളുടെ ഭംഗി കൂട്ടുന്നത്. ശിവാനന്ദ ലഹരിയിലെ ഓരോ ശ്ലോക വ്യാഖ്യാനത്തിൻ്റെ ഒടുവിലും അതാത് ശ്ലോകത്തിൻ്റെ അലങ്കാരം എന്താണ് എന്നതും ചിലതിൻ്റെയൊക്കെ ലക്ഷണം എന്താണ് എന്നതും നമ്മൾ മനസ്സിലാക്കിയതാണ്. വൈവിധ്യമാർന്ന അർത്ഥാലങ്കാരങ്ങളും പിന്നെ അനുപ്രാസം, ദ്വിതീയാക്ഷരപ്രാസം എന്നിങ്ങനെ ശബ്ദാലങ്കാരങ്ങളും ധാരാളം ഈ സ്തോത്രത്തിലുണ്ട് എന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെ സരളപദയുതം, ലളിതങ്ങളായ പദങ്ങൾ മാത്രം ഉപയോഗിച്ച് എഴുതിയിട്ടുള്ളതും സർവാനുഭൂതി സരളം എന്നതാണ് പ്രമാണം. അതായത് സകലർക്കും ഒരുപോലെ മാധുര്യ അനുഭൂതി പ്രദാനം ചെയ്യുന്ന പദപ്രയോഗം എന്ന അർത്ഥം. അത്തരം ഒരു രചനാശൈലിയോട് കൂടിയതും സാധുവൃത്താം, അനുചിതമായ 14 വിവിധ വൃത്തങ്ങളോട് കൂടിയതും. ആ വൃത്തങ്ങളൊക്കെ എന്താണ് എന്നത് നമ്മൾ ഓരോ ശ്ലോക വിവരണത്തിൻ്റെ ഒടുവിലും മനസ്സിലാക്കിയതുമാണ്. വൃത്തം എന്നതിന് ചരിതം എന്നും ഒരു അർത്ഥമുണ്ട്. ഇതിവൃത്തം എന്നൊക്കെ പറയാറില്ലേ? ആ അർത്ഥത്തിൽ ഭക്തിമാർഗത്തിലേക്ക് വഴികാട്ടുന്ന രമണീയമായ ശ്രീ പരമേശ്വര ചരിതത്തെ ആഖ്യാനം ചെയ്യുന്നതും വിവരിക്കുന്നതും സുവർണം, വർണ്ണം എന്ന് വെച്ചാൽ അക്ഷരം, ശോഭനങ്ങളായ അക്ഷരങ്ങളോട് കൂടിയതും, അഥവാ മറ്റ് കൃതികളുടെ കൂട്ടത്തിൽ സ്വർണം പോലെ തിളങ്ങുന്നതും, സദ്ഭിഹി സംസ്തൂയമാന, സജ്ജനങ്ങളാൽ വഴിപോലെ സ്തുതിക്കപ്പെട്ടതും, അഥവാ ശ്രീ പരമേശ്വരനെ സ്തുതിക്കാനും പ്രകീർത്തിക്കാനും പ്രയോജനപ്പെടുന്നതും, സരസഗുണയുത, ഭക്തിസ്തോത്രത്തിന് അനുഗുണമായ രസഗുണങ്ങളോട് കൂടിയതും. ഗുണം എന്നത് കാവ്യരസത്തിന് ഉത്കർഷമുളവാക്കുന്ന ഒരു ധർമ്മമാണ്. അംഗീയായ രസത്തിൻ്റെ ഉത്കർഷത്തിന് ഹേതുവാം സ്ഥിരം ധർമ്മം തന്നെ ഗുണം ശൗര്യാദി ആത്മാവിനെന്ന പോൽ എന്നാണ് ഭാഷാഭൂഷണത്തിൽ ഗുണത്തിൻ്റെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത്. മാധുര്യം, പ്രസാദം, ഓജസ് എന്നിങ്ങനെ 3 ആയിട്ടാണ് പ്രാചീന കാവ്യമീമാംസകർ കാവ്യഗുണത്തിനെ വിഭജിച്ചിരിക്കുന്നത്. ആ 3 തരം ഗുണങ്ങളും ഈ കൃതിയിൽ ധാരാളമുള്ളത് സഹൃദയർക്ക് കാണാതെ പോകാൻ കഴിയില്ല. ഉദാഹരണത്തിന് ത്വത്പാദാംബുജമർച്ചയാമി പരമം എന്ന 29ാമത്തെ ശ്ലോകത്തിൽ കരുണാരസത്തെ ആശ്രയിച്ചിരിക്കുന്ന മാധുര്യം ആർക്കും അനുഭവവേദ്യമാകും. ത്വത്പാദാംബുജമർച്ചയാമി പരമം ത്വാം ചിന്തയാമ്യന്വഹം ത്വാമീശം ശരണം വ്രജാമി വചസാ ത്വാമേവ യാചേ വിഭോ വീക്ഷാമേ ദിശ ചാക്ഷുഷീം സകരുണാം ദിവ്യൈശ്ചിരം പ്രാർത്ഥിതാം ശംഭോ ലോകഗുരോ മദീയ മനസഃ സൗഖ്യോപദേശം കുരു. അദ്ഭുതം കൊണ്ട് ജ്വലിതത്വ പ്രതീതി ഉളവാക്കുന്ന ഗുണമാണ് ഓജസ്. അതിന് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജ്വാലോഗ്രസകലാമരാധി ഭയതഃ എന്ന ശ്ലോകം. ജ്വാലോഗ്രസകലാമരാധി ഭയതഃ ക്ഷേളഃ കഥം വാ ത്വയാ ദൃഷ്ടഃ കിം ച കരേ ധൃതഃ കരതലേ കിം പക്വജംബൂഫലം ജിഹ്വായാം നിഹിതശ്ച സിദ്ധകുടികാ വാ കണ്ഠദേശേ ഭൃതഃ കിം തേ നീലമണിർവിഭൂഷണമയം ശംഭോ മഹാത്മൻ വദ. പിന്നെ മനസ്സിൽ വ്യാപിച്ച് അതിന് വികാസപ്രതീതി ഉണ്ടാക്കുന്ന ഗുണമാണ് പ്രസാദം. ഈ പ്രസാദ ഗുണവും ശിവാനന്ദ ലഹരിയിലെ പല ശ്ലോകങ്ങളിലും യഥേഷ്ടം കാണാൻ കഴിയും. ആകാശേന ശിഖീ സമസ്ത ഫണിനാം നേത്രാകലാപി എന്ന് തുടങ്ങുന്ന 53ാമത്തെ ശ്ലോകം. അതുപോലെ തന്നെ സന്ധ്യാഘർമ്മദിനാത്യയോ ഹരികരാഘാത പ്രഭൂതാനകധ്വാനോ വാരിതഗർജിതം ദിവിഷതാം ദൃഷ്ടിച്ഛടാ ചഞ്ചല ഭക്താനാം പരിതോഷ ബാഷ്പ വിദതിർ വൃഷ്ടിർമയൂരീ ശിവ യസ്മിന്നുജ്വല താണ്ഡവം വിജയതേ തം നീലകണ്ഠം ഭജേ.
അർത്ഥം നന്നായി മനസ്സിലാക്കിയതിന് ശേഷം ഈ ശ്ലോകങ്ങൾ കേൾക്കുമ്പോൾ തന്നെ ആനന്ദം, അദ്ഭുതം എന്നീ രസങ്ങളോടുകൂടി ഭക്തി കൊണ്ട് നമ്മുടെ ഹൃദയം വികസിപ്പിക്കുന്ന ആ പ്രസാദ ഗുണത്തിൻ്റെ അനുഭൂതി തീർച്ചയായും ഉണരാൻ കഴിയും. അതാണ് സരസഗുണയുക്തമായ ഒരു സ്തോത്ര കവിതയുടെ ഒരു സവിശേഷത. ശ്രീപരമേശ്വര ഭക്തി വർദ്ധിപ്പിക്കുന്ന ഗുണങ്ങൾ ഉള്ളത് എന്നും അർത്ഥം പറയാം. ഒരു പ്രാവശ്യം അർത്ഥം മനസ്സിലാക്കി കേട്ടു വിടലല്ല, ശ്ലോകങ്ങളൊക്കെ ഹൃദിസ്ഥമാക്കി നിത്യപാരായണത്തിന് ഉപയോഗിക്കേണ്ട ഉപാസനായോഗ്യമായ സ്തോത്രകാവ്യമാണ് ശിവാനന്ദ ലഹരി. പിന്നെ ലക്ഷിതാം, പ്രതിപാദനം ചെയ്യപ്പെട്ട ശ്രീ പരമേശ്വരനായ കാവ്യനായകനോട് കൂടിയതും. ലക്ഷിതാം ലക്ഷണാഢ്യാം, ലക്ഷണ എന്ന ശബ്ദവൃത്തി കൊണ്ട് ശ്രേഷ്ഠമായി കാണപ്പെടുന്നതും. ലക്ഷണ വാച്യാർത്ഥം കൂടാതെ അതിൻ്റെ സംബന്ധമുള്ളതായ ഒരു പുതിയ അർത്ഥത്തെ, ഒരു പ്രത്യേക ഫലത്തെ ഉദ്ദേശിച്ച് സങ്കല്പിക്കുന്ന വ്യാപാരമാണ് ലക്ഷണ. ശബ്ദാർത്ഥ പ്രകരണത്തിൽ ഉൾപ്പെടുന്നതാണ് ലക്ഷണ. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ 22ാമത്തെ ശ്ലോകത്തിൽ പ്രലോഭാദ്യൈ അർത്ഥാഹരണപരതന്ത്രോ ധനിഗൃഹേ പ്രവേശോദ്യുക്തഃ സൻ ഭ്രമതി ബഹുധാ തസ്കരപതേ. തസ്കരപതേ എന്ന് അഭിസംബോധന ചെയ്തിട്ടുണ്ടെങ്കിലും അത് അവിടുത്തെ സേവകനായ എൻ്റെ മനസ്സ് ഒരു കള്ളൻ ആണ്, ഒരു പതിയുടെ ഭാവത്തിൽ എൻ്റെ യജമാനനായ ഭഗവാൻ അതിനെ നിയന്ത്രിച്ച് നിർത്തണം എന്ന് വാച്യാർത്ഥവും, അതുകൊണ്ട് ദീനരക്ഷകൻ എന്ന് തസ്കരപതിക്ക് ലക്ഷണ കൊണ്ട് ഒരു പുതിയ അർത്ഥവും സിദ്ധിച്ചിരിക്കുകയാണ്. അത് നമ്മൾ നേരത്തെ ഈ ശ്ലോകാർത്ഥം വിവരിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കിയതുമാണ്. ഇതുപോലുള്ള പ്രയോഗങ്ങൾ ഇനിയും ശിവാനന്ദ ലഹരിയിൽ കാണാൻ കഴിയും. ആദികിരാത എന്നത് മറ്റൊരു ഉദാഹരണം. പിന്നെ ഉദ്യദ്ഭൂഷാവിശേഷാം, വിന്യാസം ചെയ്തിരിക്കുന്ന സവിശേഷത കാരണം സ്ഫുരിക്കുന്ന ഭൂഷണം പോലുള്ള പദങ്ങളോട് കൂടിയതും. പദങ്ങളുടെ ചില പ്രത്യേക രീതിയിലുള്ള വിന്യാസം കാരണം ചൊല്ലുവാൻ പ്രത്യേകം ആകർഷണമുളവാക്കുന്ന പല പദ്യങ്ങളുമുണ്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സാ രസനാ തേ നയനേ താവേവ കരൗ സയേവ കൃതകൃത്യഃ യാ യേ യൗ യോ ഭർഗം വദതി ക്ഷേതേ സദാർച്ചതഃ സ്മരതി. അതുമാത്രമല്ല, ശ്രേഷ്ഠ കാവ്യത്തിൻ്റെ ഭൂഷകളായിട്ട് ചിലത് പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? വാചനം, അനുവാചനം, അർത്ഥഗ്രഹണം, പാരായണം, ഉപാസന, പിന്നെ വ്യാഖ്യാന ഭാഷ്യാദികളിൽ കൂടി വീണ്ടും വിശദമായ അർത്ഥം മനസ്സിലാക്കാനുള്ള പ്രയത്നം എന്നിങ്ങനെയുള്ള പ്രവൃത്തികൾക്ക് കാവ്യ അനുവാചകരെ പ്രേരിപ്പിക്കുന്നതായിരിക്കണം ഒരു ഉത്തമ കാവ്യം, പ്രത്യേകിച്ച് സ്തോത്രകാവ്യം. അത്തരം ഭൂഷകളോട് കൂടിയതും പിന്നെ ഉപഗത വിനയ, വിനയഗുണത്തെ ഉൾക്കൊണ്ടുള്ളതും ഉടനീളം സമർപ്പണ ബുദ്ധിയോടുകൂടിയ ശരണാഗതി ഭാവത്തിൽ വിനയഗുണം തുളുമ്പുന്ന ശ്ലോകങ്ങളാണ് ശിവാനന്ദ ലഹരിയിൽ. ദ്യോതമാന അർത്ഥരേഖ, പ്രകാശിക്കുന്ന അർത്ഥങ്ങളാകുന്ന അടയാളത്തോടു കൂടിയതും അർത്ഥസ്ഫുടതയോടുകൂടിയുള്ള ശബ്ദവിന്യാസമാണ് ഏറ്റവും പ്രധാനമായി വേണ്ടത്. എന്നാൽ മാത്രമേ അത് സുലഭമായി എല്ലാവർക്കും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ, അല്ലേ? രഞ്ജകമായിരിക്കണം കാവ്യം. അതിനുള്ള മികച്ച ഒരു ഉദാഹരണമാണ് സ്തോത്രകാവ്യമായ ശിവാനന്ദ ലഹരി. ഇതുപോലെയുള്ള അനിതര സാധാരണമായ സവിശേഷതകൾ ഉള്ളതുകൊണ്ട് മംഗളസ്വരൂപത്തോട് കൂടിയതും കല്യാണിയും മംഗളസ്വരൂപത്തോട് കൂടിയതും ആയ മമ കവിതാകന്യകാം, എൻ്റെ ശിവാനന്ദ ലഹരിയാകുന്ന കന്യകയെ ഉപാസനാർത്ഥം സ്വീകരിക്കാൻ ആരും കൊതിച്ചു പോകുന്ന ഭക്തി സംവർദ്ധകമായ ഈ സ്തോത്ര തല്ലജത്തെ
ത്വം ഗ്രഹാണ, ഭഗവാനെ അവിടുന്ന് അനുമോദിച്ച് കൈക്കൊണ്ടാലും. കന്യകയും കവിതയും ചമത്കൃതങ്ങളായ വ്യംഗ്യാർത്ഥങ്ങളാണ് ഈ ശ്ലോകത്തിൽ ആസകലം. അലങ്കാരം, പദസരളത, വൃത്തശോഭ, വർണ്ണശോഭ, രസം, ഗുണം, ലക്ഷണസമ്പത്തി, പ്രസാദം, ഇവയൊക്കെയാണ് സ്തോത്ര കാവ്യങ്ങളുടെ വിശേഷ ഗുണങ്ങളായി ആലങ്കാരികന്മാർ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇതിൽ പ്രത്യേകിച്ച് സരളപദങ്ങളുടെ അനർഗള പ്രവാഹമാണ് ശിവാനന്ദലഹരിയിലെ മുഖ്യമായ സവിശേഷത എന്ന് പറയാം. ഭാഷാപാണ്ഡിത്യമൊന്നുമില്ലാത്ത സാധാരണക്കാർക്കും കൂടി ഈ പുണ്യസ്തോത്രത്തിൻ്റെ കാവ്യരസമാധുര്യം മനസ്സിൽ ആദരഭാവം ജനിപ്പിക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെയാണ് ശ്രേഷ്ഠ സ്തോത്രകാവ്യത്തിനുള്ള ഒരു ഉത്തമ മാതൃകയായിട്ട് ശിവാനന്ദലഹരി ശ്ലാഘിക്കപ്പെട്ടു വരുന്നത്. ഇങ്ങനെ അനേകം സവിശേഷതകളുള്ള തൻ്റെ ഈ സ്തോത്രരത്നത്തെ ശ്രീ പരമേശ്വരൻ്റെ സമക്ഷം സമർപ്പിക്കുകയാണ് ഗ്രന്ഥകർത്താവായ ആചാര്യസ്വാമികൾ. ഏറ്റവും നീണ്ട പദങ്ങളുള്ള വൃത്തമാണ് ശ്രദ്ധര. ശിവാനന്ദലഹരിയിൽ ശ്രദ്ധരാവൃത്തത്തിലുള്ള ഒരേ ഒരു ശ്ലോകമാണ് ഇത്. ഇനി ഈ ശ്ലോകത്തിൻ്റെ തർജ്ജമ പദ്യങ്ങൾ വായിക്കാം. സദ്വൃത്ത സാധുവർണ സരളപദയുത ലക്ഷിത ലക്ഷണാഢ്യ വിദ്വാൻമാർ വാഴ്ത്തിടുന്നോൾ സുഗുണനിധിയലങ്കാരമെല്ലാം അണിഞ്ഞോൾ ചൊല്ലാം ഭൂഷാഭിരാമ വിനയമിയലുവോൾ രേഖാങ്കിത മേ കല്യാണി കാവ്യകന്യ ഇവളെ യശലജാനാഥ കൈക്കൊള്ളുക മോതാൽ. അടുത്ത പദ്യം. നാനാലങ്കാരമാർന്നും മൃദുപദ സുഖവർണ്ണങ്ങൾ വൃത്തങ്ങളും ചേർന്നെന്നും സല്ലക്ഷ്യയായി ലക്ഷണഗുണനിധിയായി മാന്യസംപൂജ്യയായി നൂനം ഭൂഷാവിശേഷാൽ വിനയവതി ഇവൾ അർത്ഥരേഖാങ്കിയായോളെന്നും ഗൗരീപദേ എൻ കവന തരുണിയെ സ്വീകരിച്ചാലും ഈശ. ഇനി 2 ശ്ലോകങ്ങളും കൂടി മാത്രമേ ബാക്കിയുള്ളൂ. അതിൻ്റെ വിവരണം നാളെ പുണ്യദിനമായ മഹാശിവരാത്രിയുടെ പ്രഭാതത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം. അതുവരെ നന്ദി, നമസ്കാരം.